യാത്രകൾ എപ്പോഴും സന്തോഷത്തിന് വേണ്ടിയാണ്. പക്ഷേ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ആ സന്തോഷം കണ്ണീരാകാൻ. മണ്ണാർക്കാട് പാലക്കാട് ഹൈവേയിലെ വേലിക്കാട് വെച്ച് കണ്ട ഈ ഒരു കാഴ്ചയും ആരെയും ഒന്ന് ഭയപ്പെടുത്തുന്നതാണ്. അൾട്ടോ കാറും മിനി ലോറിയും തമ്മിലുള്ള ആഘാതം കാണുമ്പോൾ അറിയാം റോഡിലെ വേഗത എത്രത്തോളം അപകടമാണെന്ന്. അതുകൊണ്ട് തന്നെ വണ്ടി എടുക്കുമ്പോൾ ഓർക്കുക, കാത്തിരിക്കാൻ വീട്ടിൽ ഒരാളുണ്ടല്ലോ. നമുക്ക് പതുക്കെ പോകാം, ലക്ഷ്യസ്ഥാനത്തേക്ക് സുരക്ഷിതമായി എത്താം. നമ്മുടെ കൂട്ടിന് ഇന്ന് ബറ്റാലിയൻ ബ്ലാക്ക് ബുള്ളറ്റ് 350 മണ്ണാർക്കാടിൻ്റെ മണ്ണിൽ നിന്നും പാലക്കാട് ലക്ഷ്യമാക്കി ആ തമ്പടിച്ചു തുടങ്ങുമ്പോഴുള്ള ഒരു ഫീലുണ്ടല്ലോ, അത് അനുഭവിച്ച് തന്നെ അറിയണം. ചൂട് പതുക്കെ കൂടി തുടങ്ങുന്നുണ്ടെങ്കിലും പൊള്ളാച്ചി കഴിയുന്നതോടെ ചൂട് കുറയാനാണ് സാധ്യത. മുന്നിലുള്ളത് മലനിരകളുടെ റാണി വാൽപ്പാറയാണ് എന്ന ചിന്ത അത് ആവേശം കൂട്ടുകയാണ്. പാലക്കാട് കടന്ന് തമിഴ്നാട് അതിർത്തിയിലേക്ക് പൊള്ളാച്ചിയിലേക്കുള്ള ഈ നീളൻ റോഡരികിലെ ചെറിയ കടയിൽ നിന്ന് രാവിലത്തെ ഒരു ചായ, ആ ചായയുടെ കടുപ്പത്തിനൊപ്പം നമ്മുടെ യാത്രയുടെ കടുപ്പവും കൂടുകയാണ്. ഇനി മുന്നോട്ട് ചൂട് കൂടിയ കുറഞ്ഞ യാത്രയാണ്. കൃത്യം 1 മിനിറ്റ് പിന്നിടുമ്പോൾ നമ്മൾ ഈ യാത്രയുടെ യഥാർത്ഥ വൈബിലേക്ക് കടക്കുകയാണ്. പൊള്ളാച്ചി സിറ്റിയുടെ തിരക്കുകളിലേക്ക് കയറാതെ ബൈപ്പാസ് വഴി നമ്മൾ നീങ്ങുന്നത് ആളിയാർ ലക്ഷ്യമാക്കിയാണ്. ദൂരെ നമുക്ക് ആളിയാർ ഡാമിൻ്റെ റിസർവോയറൊക്കെ തെളിഞ്ഞ് കണ്ടു തുടങ്ങുന്ന സമയവും മുന്നിലുണ്ട്. വെള്ളത്തിൻ്റെ ആ തണുപ്പും പച്ചപ്പും കാണുമ്പോൾ തന്നെ മനസ്സ് നിറയും. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ്. മുന്നിൽ കാത്തിരിക്കുന്നത് 40ഓളം ഹെയർപിൻ വളവുകളാണ്. ആനകളും കോടമഞ്ഞും പുതച്ച വാൽപ്പാറയുടെ മടിത്തട്ടിലേക്ക്. ഈ ബറ്റാലിയൻ ബ്ലാക്കിൽ എൻ്റെ കൂടെ നിങ്ങളും വരികയല്ലേ? അപ്പോൾ നമുക്ക് പോകാം വാൽപ്പാറയുടെ ഹൃദയത്തിലേക്ക്. എന്റെ ബുദ്ധി ഒരു ആയുധം, ഞാൻ വാക്കിന്റെ ആശാൻ. തെരുവിലെ വാക്യങ്ങൾ ലക്ഷ്യം തീർക്കും ഈ ഞാൻ. ചെസ്സിലെ രാജാ പോൽ 4 നീക്കം മുന്നിൽ കാണും. മറ്റുള്ളവർ ചിന്തിക്കും മുൻപേ നീക്കങ്ങൾ ഞാൻ അറിയും. എന്റെ ആത്മവിശ്വാസം കവചം, അറിവാണ് എന്റെ പരിചയം. ഞാൻ പറയുന്ന സത്യം കേട്ട് ലോകം അമ്പരന്നു നിൽക്ക. വാക്കുകളാൽ ഞാൻ പണിയും പിരമിഡ്, കാലത്തെ അതിജീവിക്കും എന്റെ തലച്ചോർ ഗ്രന്ഥശാല. നീയൊരു സഞ്ചാരി മാത്രം, അങ്കത്തട്ടിലേക്ക് വാ, ഈ ഇതിഹാസം കൺമുന്നിൽ. എന്റെ കഴിവും ഈ വരികളും മാറ്റുരയ്ക്കാം ഒന്നായി. ഇതൊരു ഊഹമല്ല, മുതിർന്നവന്റെ അറിവാണ്. മുതിർന്നവന്റെ അറിവാണ്. പ്രകൃതിയുടെ പച്ചപ്പും തണുപ്പും തേടി നാം നടത്തുന്ന യാത്രകൾ ചിലപ്പോഴെങ്കിലും വലിയ കണ്ണീർ ചിത്രങ്ങളായി മാറുന്ന കാഴ്ചകളും ഈ അടുത്ത കാലത്ത് വളരെ അധികമായി കണ്ടുവരുന്നു. ഇവിടെ നടന്ന ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നടന്ന ഈ അപകട വാർത്ത നിങ്ങളും കേട്ടതല്ലേ? വാൽപ്പാറയിൽ നിന്ന് ആളിയാർ ലക്ഷ്യമാക്കി ചുരം ഇറങ്ങി വന്ന ടെമ്പോ ട്രാവലർ അപകടത്തിൽപ്പെട്ട ആ ഒരു വാർത്തയെ പറ്റിയാണ്. മലപ്പുറം ജില്ലയിലെ പാങ്ങ് സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപകരായിരുന്നു ആ വണ്ടിയിലുണ്ടായിരുന്ന ഭൂരിഭാഗം പേരും. 10ഓളം ജീവനുകൾ പൊലിഞ്ഞ ആ ദുരന്തം ഇന്നും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ബാക്കി വയ്ക്കുന്നുമുണ്ട്. സാധാരണയായി ഇത്തരം ചുരം പാതകളിൽ, പ്രത്യേകിച്ച് വാൽപ്പാറ പോലെ കുത്തനെയുള്ള ഹെയർപിൻ ബെൻഡുകളുള്ള റോഡുകളിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പിഴവ് ബ്രേക്കുകളുടെ അമിതമായ ഉപയോഗമാണ്. മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ വാഹനം നിയന്ത്രിക്കാൻ ഡ്രൈവർ നിരന്തരമായി ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ ബ്രേക്ക് ഫെയ്ഡിംഗ് എന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിരന്തരമായ ഘർഷണം കാരണം ബ്രേക്ക് ലൈനറുകൾ അമിതമായി ചൂടാവുകയും ഒരു ഘട്ടത്തിൽ ബ്രേക്ക് പൂർണ്ണമായും പ്രവർത്തിക്കാതെ വരികയും ചെയ്യാം. പലപ്പോഴും അനുഭവ പരിചയം കുറഞ്ഞ ഡ്രൈവർമാർ ചെയ്യുന്ന വലിയൊരു തെറ്റാണ് വാഹനം ന്യൂട്രൽ ഗിയറിലോ ചെറിയ ഗിയറുകളിലോ മാത്രം ഇട്ട് താഴേക്ക് ഇറങ്ങുക എന്നത്. ഇത് ബ്രേക്കിൻ്റെ ആയുസ് പെട്ടെന്ന് കുറയ്ക്കും. ഇതിന് പകരമായി എൻജിൻ ബ്രേക്കിംഗ് ആണ് ഇത്തരം ഇടങ്ങളിൽ പ്രായോഗികമായി പ്രവർത്തിക്കേണ്ടത്. അതായത് ചെറിയ ഗിയറുകളിൽ വണ്ടി നിലനിർത്തിക്കൊണ്ട് എൻജിൻ്റെ കരുത്തിൽ തന്നെ വേഗത നിയന്ത്രിക്കുന്ന രീതി. 40ഓളം ഹെയർപിൻ ബെൻഡുകളുള്ള ഈ പാതയിൽ വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവർക്കുണ്ടാകുന്ന ക്ഷീണവും ഉറക്കമില്ലായ്മയും ഒരുപക്ഷെ അപകടത്തിന് കാരണമായിട്ടുണ്ടാകാം. ദീർഘദൂര യാത്ര കഴിഞ്ഞ് വരുന്നവർക്ക് ചുരം പാതകളിലെ വളവുകളെയും കുത്തനെയുള്ള ഇറക്കങ്ങളെയും കൃത്യമായി വിലയിരുത്താൻ കഴിയാതെ പോകുന്നത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കാം. ഒരുപക്ഷെ ഇതായിരിക്കാം സംഭവിച്ചിരിക്കുന്നത്. ഒരു നിമിഷത്തെ അശ്രദ്ധയോ പെട്ടെന്നുണ്ടായ ഒരു പരിഭ്രമമോ മതിയാകും ജീവിതം തന്നെ ഇല്ലാതാകാൻ. ഈ അപകടം ഒഴിവാക്കാമായിരുന്നോ? തീർച്ചയായും. ചുരം ഇറങ്ങുന്നതിന് മുമ്പ് ബ്രേക്കിൻ്റെ കാര്യക്ഷമത പരിശോധിക്കാനായി അല്പസമയം നിർത്തിയിട്ടിരിക്കുകയായിരുന്നെങ്കിലോ?
കൃത്യമായ ഇടവേളകളിൽ വണ്ടി നിർത്തി ടയറുകൾക്കും ബ്രേക്കിനും തണുക്കാൻ സമയം നൽകേണ്ടത് ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. ഈ കോൺട്രാക്റ്റ് കാരേജുകൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ കൊണ്ടുപോകുന്ന വലിയ വാഹനങ്ങൾ, അതേപോലെ തന്നെ ഭാരം കൊണ്ടുപോകുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ നിർത്തി പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അമിത വേഗത ഒഴിവാക്കി ചെറിയ ഗിയറിൽ മാത്രം വണ്ടി ഇറക്കുക എന്ന തത്വം പാലിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നു. ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്ന 4-5 ആളുകൾ. ഈ അപകടം നമുക്കെല്ലാവർക്കും ഒരു വലിയ പാഠമാണ്. മലനിരകളിലേക്കുള്ള യാത്രകൾ ആഘോഷമാക്കുമ്പോൾ തന്നെ മടക്കയാത്രയിൽ സുരക്ഷിതരായി വീട്ടിലെത്തുക എന്നതിനായിരിക്കണം പ്രഥമ പരിഗണന. നിങ്ങളുടെ ഓരോ യാത്രയിലും സുരക്ഷ എന്നത് വെറുമൊരു വാക്കായിരിക്കാതിരിക്കട്ടെ, അതൊരു ശീലമാവട്ടെ. വീണുപോയി എൻ്റെ സ്വപ്നങ്ങളെല്ലാം, എങ്കിലും ഈ മണ്ണിൽ ഞാൻ വീണ്ടും ഒരു സൂര്യോദയത്തിനായി കാത്തിരിക്കും. നമ്മളിപ്പോൾ കയറിപ്പോകുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ തന്നെ മടിത്തട്ടിലൂടെ പ്രകൃതിയും മനുഷ്യനിർമ്മിതമായ വിസ്മയങ്ങളും കൈകോർക്കുന്ന ആളിയാർ ഡാമിൻ്റെ ചാരത്തുകൂടെ അതിന് മുകളിലേക്ക് ഒഴുകി നീങ്ങുന്ന ചുരത്തിന് മുകളിലേക്കാണ്. 1959 പണി കഴിപ്പിച്ച ഈ അണക്കെട്ട് പരമ്പരാഗതമായ ജലസേചനത്തിനും അപ്പുറം കാഴ്ചകളുടെ ഒരു വലിയ ലോകമാണ് എല്ലാവർക്കും മുന്നിലും തുറന്നു തരുന്നത്. ഈ പാസ് വേണ്ടെന്ന് മനസ്സിലായില്ലേ? വേണ്ടല്ലോ ഈ പാസ്. அப்ளை பண்ணேன். அப்படியா? வெயிட் லிஸ்ட் கணக்கு வருது. இல்லை வேண்டாம். இப்போ அவர் அப்படி தான் சொல்லாரு. அப்படியா? வேணாம் அது அப்ளை பண்ணி. அப்படியா? വേണം. ഒരാളും എടുക്കില്ല. ഞാനെടുത്ത് വീട്ടിൽ നിന്നേ എടുത്ത് വന്നാച്ച്. പക്ഷേ തേവയില്ല. അതാ. ഓക്കെ ശരി. ഇടതുവശത്ത് പടർന്നു കിടക്കുന്ന ആഴിയാർ റിസർവോയറിൻ്റെ ആ നീലപ്പരപ്പ് ഏതൊരു സഞ്ചാരിയുടെയും മനസ്സ് നിറയ്ക്കും. ആളിയാർ എന്നും ആഴിയാർ എന്നും ഇതിനെ പറയുന്നുണ്ട്. ചുരം കയറുമ്പോൾ കാണുന്ന ആദ്യത്തെ ഏതാനും ഹെയർപിൻ ബെൻഡുകൾ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് തന്നെ എല്ലാം കരിഞ്ഞു നിൽക്കുന്നത് പോലെയുള്ള ഒരു ഫീലാണ് നമുക്ക് അനുഭവപ്പെടുക. ഓരോ വളവ് തിരിയുമ്പോഴും താഴെ ആഴിയാർ ഡാമും അതിൻ്റെ മനോഹരമായ ഗാർഡനും ഒരു കൊച്ചു ഭൂപടം പോലെ തെളിഞ്ഞു വരുന്നത് കാണാം. കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമൊക്കെയായി ഒരുക്കിയിരിക്കുന്ന പാർക്കും അക്വേറിയവും ബോട്ടിംഗ് സൗകര്യങ്ങളുമെല്ലാം ഈ ഡാമിനെ ഒരു മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നുമുണ്ട്. നമ്മുടെ യാത്ര തുടരുമ്പോൾ പച്ചപ്പാർന്ന വനമേഖലയിലേക്ക് നാം പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപ് ഈ കരിഞ്ഞ രൂപത്തിലുള്ള, കാരണം കനത്ത ചൂടിനെ അതിജീവിക്കേണ്ട വനപ്രദേശമാണല്ലോ. ഭാഗ്യമുണ്ടെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ റിസർവോയറിൻ്റെ തീരത്ത് വെള്ളം കുടിക്കാനിറങ്ങുന്ന കാട്ടാനക്കൂട്ടങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു കാഴ്ചകൾ നമുക്ക് മുന്നിലില്ല. എന്തായാലും മാനുകളും മറ്റു വന്യമൃഗങ്ങളും ഈ ജലാശയത്തെയാണ് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ആശ്രയിക്കുന്നത്. ഈ വനമേഖല വന്യജീവികളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയായതുകൊണ്ട് തന്നെ ഓരോ വളവിലും കാത്തിരിക്കുന്നത് പുതിയ പുതിയ കാഴ്ചകളായിരിക്കും. ചുരത്തിൻ്റെ പകുതിയോളം എത്തുമ്പോഴാണ് പ്രശസ്തമായ മങ്കി ഫാൾസ് അഥവാ കുരങ്ങ് വെള്ളച്ചാട്ടം നമ്മെ എതിരേൽക്കുന്നത്. പകുതി എത്തേണ്ടതുണ്ടോ? ഇല്ല, തുടക്കത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതല്ലേ. റോഡരികിൽ നിന്നും തന്നെ കാണാവുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ മനസ്സിന് വലിയൊരു ഉന്മേഷം നൽകും. മഴക്കാലങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മാസങ്ങളിലാണ് ഈ വെള്ളച്ചാട്ടം എപ്പോഴും സജീവമാകുന്നത്. ഇപ്പോൾ തീരെ വെള്ളമില്ല കേട്ടോ. വശങ്ങളിൽ കുരങ്ങന്മാരുടെ വലിയൊരു കൂട്ടം തന്നെ ഉണ്ടാകും. അതുകൊണ്ടൊക്കെയാണ് മങ്കി ഫാൾസ് എന്ന പേര് പ്രശസ്തമായത്. എവിടെ നിന്നൊക്കെയോ വെള്ളം ഇപ്പോഴും വളരെ വലിയ തോതിൽ കനാൽ വഴി താഴേക്ക് കൊണ്ടുവരുന്നത് കാണാനാവും. അവിടുന്ന് മുകളിലേക്ക് നോക്കിയാൽ പച്ചപ്പിൽ പൊതിഞ്ഞ ആനമലയുടെ ഉയരങ്ങൾ കാണാനുമാവും.
എന്തായാലും ഈ ചുരം പാത വെറുമൊരു റോഡല്ല, മറിച്ച് പ്രകൃതിയുടെ സംഗീതവും വന്യതയുടെ ഗന്ധവും അറിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണ്. ഓരോ ഹെയർപിൻ വളവുകളും പിന്നിടുമ്പോൾ താഴെ ആളിയാർ ഡാം കൂടുതൽ സുന്ദരിയായിക്കൊണ്ടേയിരിക്കും. ഈ യാത്ര, ഈ കാഴ്ചകൾ, ഇനിയുള്ള ദൂരമത്രയും നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം.